രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയ്ക്കെതിരെ പരാതിയുമായി രാഹുൽ ഈശ്വർ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയെന്നാണ് സൈബർ പോലീസിൽ നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ ആരോപണം. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് രാഹുൽ ഈശ്വർ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചെന്ന അതിജീവിതയുടെ പരാതിക്ക് പിന്നാലെയാണ് എതിർ പരാതി. അതിജീവിത പരാതി നൽകിയതിനു പിന്നാലെയാണ് രാഹുൽ ഈശ്വറിന്റെ എതിർ പരാതി. സൈബർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി കൈമാറി. അതിജീവിത തനിക്കെതിരെ വ്യാജ പരാതി നൽകിയെന്നാണ് രാഹുലിന്റെ ആരോപണം. താൻ വീഡിയോ ചെയ്തത് അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണെന്നും രാഹുൽ ന്യായീകരിച്ചു. ഞാനിപ്പോൾ തിരുവനന്തപുരം സൈബർ സ്റ്റേഷനിൽ ചെന്ന് ബഹുമാനപ്പെട്ട SHOയോടും പോലീസുകാരോടും സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇതുവരെ തങ്ങൾക്ക് അങ്ങനെ ആ പരാതിക്കാരി ഒരു പരാതി നൽകിയിട്ടില്ല എന്നാണ്. ഇവിടുത്തെ അഡ്വക്കേറ്റിനോട് ഇനി അവർ ജാമ്യം ക്യാൻസൽ ചെയ്യാനാണ് സമീപിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പറയുന്നുണ്ട്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ വീണ്ടും വീഡിയോ പങ്കുവച്ച് അധിക്ഷേപിച്ചെന്നുമാണ് അതിജീവിതയുടെ പരാതി. പ്രത്യേക അന്വേഷണ സംഘം മേധാവി പൂങ്കുഴലിക്ക് നൽകിയ പരാതി തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.